നന്ദൻപുരി വളരെ ചെറിയ പക്ഷേ ചുറുചുറുക്കുള്ള ഒരു ഗ്രാമം. ചന്ദൻ ഈ നന്ദൻപുരിവാസിയായ നല്ല അധ്വാനശീലമുള്ള ഒരു തൊഴിലാളിയാണ്. ചന്ദന് ഒരു തയ്യൽ കടയിലാണ് ജോലി. തുന്നലിൽ അയാൾ പേരുകേട്ട ആളായിരുന്നു. ഇന്നാ മേഡം, നിങ്ങളുടെ സൽവാർ കമ്മീസ് നിങ്ങൾ എങ്ങനെ പറഞ്ഞോ അങ്ങനെ തന്നെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. വാവ് ചന്ദൻ ചേട്ടാ, നിങ്ങളുടെ കയ്യിൽ എന്തോ വലിയൊരു മാജിക് ഉണ്ട്. എന്ത് രസമായിട്ടാണ് ഇത് തുന്നിയിരിക്കുന്നത്. സീരിയലിലൊക്കെ വരുന്ന ഹീറോയിന്റെ ഡ്രസ്സ് പോലെയുണ്ട് ഇത് കാണാൻ. മനോഹരം തന്നെ. വളരെ നന്ദിയുണ്ട്. ഇതിലെ സ്റ്റോൺ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ പതിച്ചിരിക്കുന്നത്. നിങ്ങളൊരു സാധാരണ ടൈലർ അല്ല, ശരിക്കും ഒരു ഡിസൈനർ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് എല്ലാരും എന്നെ തന്നെയായിരിക്കും നോക്കുന്നത്. ഇതാ തുന്നൽ കൂലി. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും തയ്ക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. തീർച്ചയായും പറയാം. ചന്ദന്റെ മുതലാളിക്ക് അയാളുടെ ജോലിയിൽ വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ചന്ദന് പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുത്തു. ഇന്നാ രാജുമോനെ, നീ കുറെ നാളായിട്ട് കളിപ്പാട്ടങ്ങൾ വേണോന്ന് പറഞ്ഞിരുന്നില്ലേ? പിന്നെ നിനക്ക് വേണ്ടി പുതിയ സാരിയാ വാങ്ങിച്ചിരിക്കുന്നേ. താങ്ക് യു. പക്ഷെ എന്തിനാ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നത്? ഓ, വേണ്ടെങ്കി പറ, ഞാൻ തിരിച്ചു കടയിൽ കൊടുത്തേക്കാം. കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം നന്ദൻപൂരിൽ പുതിയതായിട്ട് ഒരു റെഡിമെയ്ഡ് കട തുറന്നു. ആ കടയിലുണ്ടായിരുന്ന ഡ്രസ്സുകളെല്ലാം പുതിയ സ്റ്റൈലിലും പാറ്റേണിലുമുള്ളതായിരുന്നു. അക്കാരണം കൊണ്ട് ചന്ദന്റെ കടയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറേശ്ശെയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ചന്ദന്റെ കടയിലേക്ക് ആൾക്കാർ വരാതെയായി. അയാൾക്ക് വിഷമമായി. ദാ നോക്ക് ചന്ദൻ, ഞാൻ നിന്നോട് വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയുകയാണ്. നല്ല ലാഭത്തോട് പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ കട അടയ്ക്കേണ്ട സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലെത്തിയതിന് കാരണക്കാരൻ താങ്കളല്ലേ? നിങ്ങളല്ലേ എന്നെപ്പോലെ പാവപ്പെട്ട ഒരാൾക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുത്തത്? അങ്ങനെയല്ലേ എന്റെ ജീവിത സാഹചര്യം തന്നെ മാറിയത്? ദാ നോക്ക് ചന്ദൻ, എനിക്ക് നിന്നെ വെറും കൈയോട് അയക്കാൻ മനസ്സില്ല. ആ ഗോഡൌണിലെ എന്റെ അച്ഛന്റെ ഒരു പഴയ തയ്യൽ മെഷീൻ ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ അത് എടുത്തോളൂ. വളരെ നന്ദി. ചന്ദൻ ഗോഡൌണിലുണ്ടായിരുന്ന ആ പഴയ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. ഇതെന്താ ഇത്? ഞാൻ എന്തു പറയാനാ, മാർക്കറ്റിൽ ഒരു റെഡിമെയ്ഡ് കട വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഓണറിന് നഷ്ടത്തിൽ കട പൂട്ടേണ്ടി വന്നു. ഇപ്പോ എന്റെ ജോലിയും നഷ്ടപ്പെട്ടു. അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ വീടുകൾ തോറും ചെന്ന് എന്തെങ്കിലും തുന്നാനുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വാങ്ങിച്ചോണ്ട് വരാം. അതെ അതെ, രാജു പറയുന്നത് ശരിയാണ്. ഞാനും എന്റെ കൂട്ടുകാരികളോട് അവരുടെ ബ്ലൗസും ചുരിദാറും തയ്ക്കാനുണ്ടെങ്കിൽ മേടിച്ചോണ്ട് വരാം. അച്ഛൻ വിഷമിക്കേ വേണ്ട, നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാം. രാജുവിന്റെ ആശയം പ്രാവർത്തികമായി. ചന്ദൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തുന്നൽ ജോലി ആരംഭിച്ചു. അങ്ങനെ യാതൊരു തടസ്സവുമില്ലാതെ വരുമാനവും വരാൻ തുടങ്ങി. മോനെ, എനിക്ക് സിറ്റിയിലോട്ട് പോകേണ്ട ഒരു അത്യാവശ്യ ജോലിയുണ്ട്. നീ ഈ ഡ്രസ്സ് ഭാനുപ്രസാദ് സേട്ടിന്റെ അടുത്തും അതുപോലെ ഈ യൂണിഫോം ഇൻസ്പെക്ടർ സാറിന്റെ അടുത്തും കൊടുത്തേക്ക്. ഈ ഡ്രസ് കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഞാൻ എന്നാണ് ഇടുക? ശരി, ഒരു കാര്യം ചെയ്യാം. വീട്ടിൽ ആരും ഇല്ലല്ലോ, ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ. രാജു ആ ഡ്രസ് ഇട്ടിട്ട് കണ്ണാടിയിൽ അവന്റെ രൂപം നോക്കിയപ്പോൾ അവന്റെ രൂപം ആ ഡ്രസ്സിന് ചേരുന്നത് പോലെ മാറിയിരിക്കുന്നു. അത് കണ്ടവൻ പേടിച്ചുപോയി. ഓ ഈശ്വര, എന്റെ മുഖത്തിന് എന്താ സംഭവിച്ചത്? എന്റെ വാ എന്താ ഇങ്ങനെ ആയിരിക്കുന്നത്? എന്റെ ശബ്ദത്തിന് എന്താ പറ്റിയത്? ഈ ഡ്രസ് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഭയന്നു വിറച്ച രാജു പെട്ടെന്ന് അത് ഊരി മാറ്റി. അപ്പോഴവൻ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറി. അവന്റെ ശബ്ദവും കുഞ്ഞിന്റെ ശബ്ദം പോലെ ആയി. ആഹാ, എന്റെ രൂപം പഴയതുപോലെ വീണ്ടും കിട്ടിയല്ലോ. രാജു കുറച്ചാലോചിച്ച ശേഷം അവിടെ അടുത്തു വെച്ചിരുന്ന ഒരു ചുരിദാർ എടുത്ത് ധരിച്ചു നോക്കി. അത് ധരിച്ച ഉടനെ അവനൊരു പെണ്ണായിട്ട് മാറി. അവന്റെ ശബ്ദവും ഒരു പെൺകുട്ടിയുടേതുപോലെ ആയിത്തീർന്നു. എന്റെ ദൈവമേ, ഇതെന്താ ഇങ്ങനെ? ഇതെന്തൊരു അത്ഭുതമാണ്! അവൻ ഉടൻ തന്നെ ആ ചുരിദാർ അഴിച്ചുമാറ്റി. ഉടൻ തന്നെ അവൻ പഴയ സ്ഥിതിയിലേക്ക് മാറി. പെട്ടെന്ന് തന്നെ അവന്റെ ദൃഷ്ടി
അടുത്തുണ്ടായിരുന്ന തയ്യൽ മെഷീനിലേക്ക് തിരിഞ്ഞു. ഇപ്പൊ മനസ്സിലായി. ഇതിനെല്ലാം കാരണം ഈ തയ്യൽ മെഷീന്റെ മാജിക് ആണ്. ഇതിൽ എന്തൊക്കെയാണ് തുന്നുന്നത്? ആ ഡ്രസ്സുകൾ ധരിക്കുന്നവർ ആ രൂപത്തിലേക്ക് മാറുമെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇതൊരു മാന്ത്രിക തയ്യൽ മെഷീനാണ്. എന്റെ ദൈവമേ, ഞാൻ ഈ തയ്യൽ മെഷീൻ കണ്ടപ്പോൾ ഒരു കാര്യം മറന്നുപോയി. വേഗം പോയി ആ ഡ്രസ്സ് കൊടുക്കണം. രാജു തന്റെ അച്ഛൻ തുന്നിയ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി ഭാനുപ്രതാപ് സേഠിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴവനവിടെ ഒരു ദൃശ്യം കണ്ടു. ഭാനുപ്രതാപ് സേഠിനോട് ഗിരിധാരി വളരെ സങ്കടത്തോടെ പറയുന്നു, സേഠേ, ഞങ്ങളുടെ അടുത്ത് വീടല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അത് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ എവിടേക്ക് പോകാനാ? ഞങ്ങൾക്ക് വേറെ മാർഗം ഒന്നുമില്ല. അതൊക്കെ കടം വാങ്ങിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. എനിക്ക് സമയമില്ല, സിറ്റി വരെ പോണ്ട ജോലിയുണ്ട്. നീ ഒന്ന് വഴി മാറുന്നുണ്ടോ? ഈ സേട്ടാണ് പാവങ്ങളുടെ സ്വത്തുവകകളെല്ലാം കൊള്ളയടിച്ചത്. ഇയാളെ തീർച്ചയായും ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. പക്ഷേ എങ്ങനെ? രാജു മരത്തിന്റെ പിന്നിലേക്ക് മാറി നിന്ന് ഭാനുപ്രതാപ് സേഠിന്റെ ഡ്രസ് എടുത്ത് ധരിച്ചു. ഉടൻ തന്നെ അവൻ ഭാനുപ്രതാപ് സേഠായി മാറി. ആ ഡ്രസ് ധരിച്ച രാജു ഗിരിധാരി പുറത്തു പോകുന്നത് കാണുന്നു. നിക്കൂ ഗിരിധാരി അങ്കിൾ. മുൻഷി അങ്കിൾ, ഗിരിധാരി അങ്കിളിന്റെ വീടിന്റെ പ്രമാണം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. മുതലാളി എന്താ ഈ പറയുന്നത്? എടോ, താൻ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. പിന്നൊരു കാര്യം, വാങ്ങിച്ച പൈസയും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തേക്ക്. പൈസയും തിരിച്ചു കൊടുക്കണോ? അതെ മുൻഷി അങ്കിൾ, ഞാൻ സിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനുള്ളിൽ നിങ്ങൾ ഈ ജോലികളെല്ലാം ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലേ വന്നു കഴിഞ്ഞാൽ എന്റെ വിധം മാറും. അതിന് കൂടുതൽ സമയമൊന്നും വേണ്ടല്ലോ. ഈ പ്രമാണം കൊണ്ടുപോയി അങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. പക്ഷെ നിങ്ങൾ എന്തിനാ ഇന്ന് എല്ലാവരെയും അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അതാ മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നതേ നിങ്ങളിപ്പോ തീരെ കൊച്ചായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ശരിക്കും അതിശയം തോന്നുന്നു. ഇന്നാ ജോലി പൂർത്തിയായ ഉടനെ രാജു മരത്തിന് പിന്നിലേക്ക് വന്ന് ഡ്രസ് അഴിച്ചു മാറ്റി. അപ്പോഴവൻ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നീട് അവൻ സഫാരി ഡ്രസ് എടുത്തുകൊണ്ടുവന്ന് മുൻഷിയെ ഏൽപ്പിക്കുന്നു. മുൻഷി അങ്കിൾ, ഇതാ ഇത് വാങ്ങിച്ചോളൂ. സേഠ് അങ്കിളിന്റെ സഫാരിയാണ്. ഈ സഫാരി ഡ്രസ് ഇപ്പോഴല്ലേ എന്റെ മുന്നിൽ ഇത് ഇട്ടോണ്ട് അദ്ദേഹം നിന്നത്? അതിനുള്ളിൽ എങ്ങനെയാ നിന്റെ കയ്യിൽ ഇത് എത്തിയത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. തല ചുറ്റുന്ന പോലുണ്ട്. ഈ മാജിക്കിനെ കുറിച്ച് അറിയാത്ത മുൻഷി അങ്കിൾ തലകറങ്ങി അവിടെ തന്നെ ബോധം കെട്ട് വീണു. അയാളുടെ സ്ഥിതി കണ്ട രാജു അവിടെ നിന്ന് ചിരിക്കാൻ ആരംഭിച്ചു. ഇനി എനിക്ക് ഇൻസ്പെക്ടർ അങ്കിളിന്റെ യൂണിഫോം കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണല്ലോ. ഉടനെ തന്നെ എനിക്ക് പോണം. രാജു ഉടൻ തന്നെ അവിടെ നിന്നും സ്ഥലം വിട്ടു. പോകുന്ന വഴിക്ക് അവൻ എന്താണ് കണ്ടതെന്നോ? ഒരു കൊള്ളക്കാരൻ ഒരു വലിയ കത്തിയും കയ്യിൽ പിടിച്ച് വരുന്ന വണ്ടികളെല്ലാം നിർത്തി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെഡിമെയ്ഡ് കട തുറന്ന് നീ കൊറേ പണം അങ്ങ് സമ്പാദിക്കുന്നുണ്ടല്ലോ. ആ പണമെല്ലാം ഞങ്ങൾക്ക് തന്നില്ലെങ്കിലേ നിന്റെ കൊച്ചിനെ ഞങ്ങൾ കൊല്ലും. ഓ, ഇയാളുടെ കട കാരണമാണ് അച്ഛന്റെ ജോലി പോയത്. സാരമില്ല, ആ കൊള്ളക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിച്ചു പറിച്ചോണ്ട് പോട്ടെ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാജു അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞത് അവന് ഓർമ്മ വന്നത്. മോനെ, നമ്മുടെ അടുത്ത് ആരെങ്കിലും തെറ്റായിട്ട് നടക്കുകയാണെങ്കിൽ, നമ്മളും അതുപോലെ അവരുടെ അടുത്ത് നടക്കുകയാണെങ്കിൽ അവർക്കും നമുക്കും വ്യത്യാസമില്ലാതെ പോകും. ആരെങ്ങനെയാണെങ്കിലും നമ്മൾ എപ്പോഴും നല്ല ഗുണത്തോടു കൂടി ജീവിക്കണം. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇയാളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? അപ്പോഴാണ് രാജു കയ്യിലുള്ള പോലീസ് യൂണിഫോം കണ്ടത്. പെട്ടെന്ന് അവനൊരു ആശയം തോന്നി. അവൻ മരത്തിന് പിറകിൽ ചെന്ന് നിന്ന് ആ യൂണിഫോം ഇട്ടു. ഉടൻ തന്നെ രാജു പോലീസ് ഇൻസ്പെക്ടറുടെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് കൊള്ളക്കാരുടെ അടുത്തേക്ക് ചെന്നു. കള്ളനങ്കിൾ, ഇപ്പോൾ തന്നെ ഈ അങ്കിളിനെ വിട്ടിട്ട് പൊയ്ക്കോണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. രാജു അവരെ അങ്കിൾ എന്ന് വിളിച്ച ഉടനെ ആ മോഷ്ടാക്കൾ പരസ്പരം നോക്കിക്കൊണ്ട് അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് രാജുവിനും തന്റെ തെറ്റ് മനസ്സിലായത്. ഉടനെ അവൻ ആകാശത്തിലേക്ക് നോക്കി 2-3 തവണ വെടിവെച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന കൊള്ളക്കാർ ആ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ സാറേ, വളരെ വളരെ നന്ദിയുണ്ട്. ഇതെന്റെ ഒരു കടമയല്ലേ.
എന്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ സാറേ. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ രാജുവിന്റെ ബുദ്ധിയിൽ ഒരാശയം ഉദിച്ചു. നിങ്ങൾ ആ ചന്ദനെ നിങ്ങളുടെ കടയിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താ അയാൾ അത് നന്നായിട്ട് നോക്കിക്കോളും. ഇത്രയൊരു ചെറിയ കാര്യമോ? ഇതിലെന്താ ഉള്ളത്? തീർച്ചയായിട്ടും ഞാൻ ചെയ്യാവുന്നേ. അയാൾക്ക് ജോലി കൺഫേം. ഇന്നാ ഇതിൽ നിന്ന് ചോക്ലേറ്റ് നീ എടുത്തോ. എന്താ പെട്ടെന്ന് സ്വീറ്റ്സ് ഒക്കെ? നമ്മുടെ മാർക്കറ്റിൽ ഒരു റെഡിമെയ്ഡ് കട വന്ന കാര്യം പറഞ്ഞില്ലേ, ആ ഓണർ എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയപ്പോ അദ്ദേഹം ഡിസൈനർ എന്ന പോസ്റ്റിലേക്ക് എന്നെ അപ്പോയിന്റ് ചെയ്തിട്ടേ നേരത്തെ വാങ്ങിച്ച ശമ്പളത്തിൽ നിന്നും 5 മടങ്ങ് കൂടുതൽ എനിക്ക് നൽകിയിരിക്കുകയാണ്. അതെയോ? ഇത് ശരിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ജോലി നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? അതറിയില്ല, പക്ഷെ ഏതോ ഒരു മാന്ത്രിക ശക്തിയാണ് ഇതിന് കാരണം. തീർച്ചയായും ഇതെല്ലാം മാന്ത്രിക ശക്തി തന്നെയാണ്. പക്ഷേ അത് രാജു അല്ലാതെ മറ്റാരും അറിയാൻ സാധ്യതയില്ല. ഇബ്ലോ പർവ്വതത്തിന്റെ അടിയില് ഒരു സുന്ദരമായ ഗ്രാമമുണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു ഡമറൂപൂർ. ഈ ഗ്രാമത്തില് അജയ് എന്ന പേരുള്ള ചെറുക്കൻ താമസിക്കുന്നുണ്ടായിരുന്നു. അജയ് അവന്റെ പ്രായമായ അമ്മയോടൊപ്പം ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു താമസം. അവന്റെ അമ്മ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഉള്ള ജോലിയെല്ലാം ചെയ്യുമായിരുന്നു. അതിനു പകരം ആൾക്കാര് ബാക്കി വന്ന ആഹാരം കഴിക്കാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. പലപ്പോഴും ജോലി കിട്ടാതാകുമ്പം രണ്ടുപേർക്കും രാത്രി പട്ടിണി ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അജയ് മോനെ, എനിക്കിന്ന് ഒരു വീട്ടിലും ജോലി കിട്ടിയിട്ടില്ല. വീട്ടില് ഇന്നലത്തെ പാല് മാത്രമേ ബാക്കിയുള്ളൂ. നീ അത് കുടിച്ചോ? അയ്യോ അമ്മേ, അമ്മ എന്ത് കഴിക്കും? എനിക്കിന്ന് വിശപ്പില്ല മോനെ. ആ സമയം കൊണ്ട് ഞാൻ സുനിതയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഞാൻ കേട്ടത് അവരുടെ വീട്ടിൽ നാളെ പൂജയുണ്ടെന്നാ. അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാലോ? ശരി അമ്മേ. ഞാൻ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മ വിശപ്പില്ലെന്ന് നുണ പറയുന്നത്? എന്റെ ദൈവമേ, ഇനിയും എത്ര നാള് പട്ടിണി കിടക്കേണ്ടി വരുമോ? എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ച് കാണിക്ക്. അയ്യോ, എന്താ ഇത്? ആ പാമ്പിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ അടുത്ത് പോയാ ഒരുപക്ഷെ അതെന്നെ കടിച്ചാലോ? എന്താണെങ്കിലും ശരി, ഞാൻ ഈ പാമ്പിനെ സഹായിക്കാൻ പോവാ. അജയെ പേടിച്ചു വിറച്ച് പതുക്കെ ആ പാമ്പിന്റെ അരികിൽ ചെന്നു. അവൻ നോക്കിയപ്പം പാമ്പിന് ബോധമില്ല. അവൻ പതുക്കെ പാമ്പിനെ എടുത്ത് വീട്ടിനകത്തേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ദേഹത്തുള്ള പരിക്കയില് മരുന്ന് തൂത്ത് കെട്ടിവെച്ചു. ഈ പാമ്പും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒരുപാട് രക്തവും പോയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ എനിക്ക് കുടിക്കേണ്ട പാല് മാത്രമേ ഉള്ളൂ. ആ പാല് ഈ പാമ്പിന് കൊടുക്കാം. അമ്മ എനിക്ക് വേണ്ടി എത്ര ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പട്ടിണി കിടന്നാ എന്ത് സംഭവിക്കാനാ? അജയ് ഒരു പാത്രത്തിനകത്ത് പാലൊഴിച്ച് ആ പാമ്പിനെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ആ പാമ്പ് ഉള്ള ആരോഗ്യം വെച്ച് പതുക്കെ പതുക്കെ ആ പാത്രത്തിൽ നിന്ന് പാല് നക്കി കുടിച്ചു. അത് കൊള്ളാലോ, ആ പാമ്പ് മുഴുവൻ പാലും കുടിച്ചല്ലോ. അതെ പാമ്പേ, പൂർണ്ണ സുഖാവുന്നതുവരെ പുറത്തെങ്ങും പോരുത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചോ. ഈ വീട്ടിൽ ഞാനും എന്റെ അമ്മയും മാത്രമേ താമസമുള്ളൂ. അതിനുശേഷം ആഹാരം കഴിക്കാൻ അജയ് ഇരിക്കുമ്പോഴെല്ലാം കുറച്ച് ആഹാരം മാറ്റിവെക്കും. എന്നിട്ട് പാമ്പ് ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അതിന് വെച്ചുകൊടുക്കും. ആരും കാണാതെ ആ പാമ്പ് പുറത്തു വന്ന് വെച്ച ആഹാരം കഴിക്കും. എന്നിട്ട് തിരിച്ചതിന്റെ കൂട്ടിനകത്ത് പോയി ഇരിക്കും. ഒരു ദിവസം അജയ് പാമ്പിന് ആഹാരം കൊടുത്തപ്പം ഈ കാര്യം അവന്റെ അമ്മ കണ്ടു. പാമ്പ് അജയനെ കൊത്താൻ പോകുവാണെന്നാണ് അമ്മയ്ക്ക് തോന്നിയത്. അതുകൊണ്ട് വലിയൊരു കമ്പെടുത്ത് പാമ്പിന്റെ അടുത്തേക്ക് എറിഞ്ഞു. വടി പാമ്പിന്റെ അരികിൽ വരുന്നത് കണ്ടപ്പം അജയ് ഇടയ്ക്ക് കയറി നിന്നു. ആ വടി വന്ന് നേരെ അടിച്ചത് അജയുടെ തലയ്ക്കായിരുന്നു. അജയുടെ തല പൊട്ടി ചോരയൊഴുകി. അമ്മ ഓടി അജയുടെ അരികിലെത്തി. അജയ്, നീ എന്താ മോനെ ഈ ചെയ്തത്? നീ എന്തിനാ ഇടയ്ക്ക് കയറി നിന്നേ? നീ ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പാമ്പിനെ കൊല്ലത്തില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ഞാൻ തടഞ്ഞേ. ആ പാമ്പിന് അല്ലെങ്കിൽ തന്നെ ധാരാളം പരുക്ക് പറ്റിയിരുന്നു. പക്ഷേ അജയ് മോനെ, അതൊരു പാമ്പല്ലേ. അതിനി നിന്നെ എന്തെങ്കിലും ചെയ്താൽ? അമ്മേ, അതെന്നെ ഒന്നും ചെയ്യില്ല. പാവം, അത് കുറച്ചുനാൾ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ.
അതിന് പൂർണ്ണ സുഖമായതും ഞാൻ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടോളാം. കുറച്ചു നാളത്തേക്ക് അത് നമ്മുടെ വീട്ടിലൊരു അതിഥിയാണെന്ന് കരുതിയാ മതി. ശരി മോനെ, എന്റെ നാഗദേവതേ, ഞാൻ ചെയ്തത് തെറ്റായി പോയി, എന്നോട് ക്ഷമിക്ക്. പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. ആ പാമ്പ് വലുതായി. എന്നിട്ട് ആ പാമ്പിന്റെ രൂപം മുഴുവനും തിളങ്ങാൻ തുടങ്ങി. അജയ്, നീ നല്ല കുട്ടിയാ. പാമ്പിനെ കണ്ടാൽ അടിച്ചു കൊല്ലാൻ വരുന്ന ജനങ്ങൾക്കിടയിൽ നീ വീട്ടിൽ എന്നെ താമസിപ്പിച്ചു, എന്നെ പരിപാലിച്ചു. നിനക്കെടുത്തു വച്ച ആഹാരം എനിക്ക് തന്നു. ഇന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് തന്നെ പരിക്കേൽക്കേണ്ടി വന്നു. ഈ അമ്മയെ ഞാൻ വണങ്ങുവാണ്, ഇതുപോലൊരു മകന് ജന്മം നൽകിയതിന്. നീ ശുശ്രൂഷിച്ചതുകൊണ്ട് എനിക്ക് പൂർണ്ണ സുഖമായി. ഇനി ഞാൻ ഇവിടുന്ന് പോവുക. പക്ഷേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. നിന്റെ കൈയൊന്ന് നീട്ടിക്കേ അജയ്. അജയ് അവന്റെ കൈ മുന്നിലേക്ക് നീട്ടിയപ്പം അവന്റെ കയ്യില് ഒരു ഓടക്കുഴലെത്തി. പുല്ലാങ്കുഴലോ? ഇതൊരു സാധാരണ പുല്ലാങ്കുഴലല്ല, മാന്ത്രിക പുല്ലാങ്കുഴല. മാന്ത്രിക പുല്ലാങ്കുഴലോ? അതെ, ആ പുല്ലാങ്കുഴലിന്റെ സ്വരത്തിൽ ഒരു മാജിക് ഉണ്ട്. എപ്പോഴെങ്കിലും നിനക്ക് കഷ്ടം വരുമ്പോ ഈ പുല്ലാങ്കുഴൽ വായിക്കണം. അപ്പോൾ നിന്നെ ഇത് സഹായിക്കും. നിങ്ങളോട് വളരെ നന്ദിയുണ്ട് നാഗരാജാവേ. അടുത്ത ദിവസം പണി ചെയ്തോണ്ടിരുന്നപ്പം അജയുടെ അമ്മ താഴെ വീണു. അവരെ തലയ്ക്ക് പരിക്കേറ്റു. അവര് പെട്ടെന്ന് മയങ്ങി. ഡോക്ടർ അജയോട് പറഞ്ഞു അമ്മയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണ്ടിവരുമെന്ന്. അടുത്ത ദിവസം അജയ് ഓരോ സ്ഥലത്തുനിന്നും പണം മേടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് അവന് നാഗദേവത പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അവൻ ആ ഓടക്കുഴല് വായിക്കാൻ തുടങ്ങി. അവന്റെ ഓടക്കുഴലിലെ സംഗീതം ചുറ്റും പടർന്നു. ഇത് കേട്ട് അവിടെ ഒരു നാഗരാജാവെത്തി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടിയോ? എനിക്ക് കുറച്ച് കാശ് ഏർപ്പാടാക്കി തരാവോ? തീർച്ചയായും. ഈ കാട്ടുപാതയിലൂടെ നേരെ നടക്കൂ. വടക്ക് ഭാഗത്തായിട്ടൊരു നദിയുണ്ട്. അവിടെ ഒരു ദുഷ്ടനായ കീരിയുണ്ട്. അവൻ എൻ്റെ അടുത്തുനിന്ന് എൻ്റെ നാഗമാണിക്യം മോഷ്ടിച്ചു. നീ അവൻ്റെ അടുത്തുനിന്ന് ആ നാഗമാണിക്യം എനിക്ക് തിരികെ കൊണ്ടുവന്ന് തരണം. അപ്പോൾ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഇത്രയും പറഞ്ഞിട്ട് നാഗരാജാവ് വന്ന വഴിയിലൂടെ തിരിച്ചുപോയി. പക്ഷെ ആ കീരിയുടെ കയ്യിൽ നിന്നും നാഗമാണിക്യം ഞാൻ എങ്ങനെ തിരിച്ചു പിടിക്കും? അജയ് എന്തോ ആലോചിച്ചോണ്ട് നാഗരാജാവ് പറന്ന വഴി കൂടെ നടന്നുപോയി. എന്നിട്ട് ആ നദിയുടെ അരികിലെത്തി. അവൻ അവിടെ കീരിയെ കണ്ടു. ഹലോ കീരിയാശാനെ, നാഗരാജാവിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച നാഗമാണിക്യം ഒന്ന് തരാവോ? തരാലോ. ഇപ്പൊ നീ ഏത് വഴിക്കാണോ വന്നേ ആ വഴിക്ക് തന്നെ തിരിച്ചു നടന്നോ. പക്ഷെ അതിന്റെ പരിണിത ഫലങ്ങൾ ഭീകരമായിരിക്കും. കീരിയാശാനെ, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ നാഗമാണിക്യം കൊണ്ടല്ലാതെ ഇവിടുന്ന് തിരികെ പോവില്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല എന്നുണ്ടോ? കീരി അജയെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നു. പക്ഷേ അജയ് അവന്റെ അത്ഭുത ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. ഓടക്കുഴലിലെ സംഗീതം കേട്ടപ്പം കീരി അവിടെ തന്നെ നിന്നുപോയി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? കീരിയാശാനെ, ആ നാഗമാണിക്യം കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നാ മതി. തീർച്ചയായും തരാം. പക്ഷെ ഞാനത് കുബേരന്റെ ഖജനാവിലാണല്ലോ വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ഖജനാവിന്റെ താക്കോൽ ഇബ്ലു പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഗുഹയുണ്ട്. അവിടെ ഒരു രാക്ഷസനുണ്ട്. അവൻ എടുത്തോണ്ട് പോയിരിക്കുക. ആ താക്കോല് നീ മേടിച്ചോണ്ട് വാ. എങ്കിൽ നാഗമാണിക്യം ഞാൻ നിനക്ക് എടുത്തു തരാം. ശരി, ഞാൻ ആ താക്കോൽ എടുത്തോണ്ട് വന്ന് തരാം. ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് എങ്ങനെ താക്കോല് മേടിക്കണമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇടിവെട്ടിന്റെ ഇടയില് അജയ് നടന്ന് ഇബ്ലു പർവ്വതത്തിന്റെ മേളിൽ രാക്ഷസനെ കാണാൻ പോയി. ഒരു തവണ ഈ പുല്ലാങ്കുഴലിന്റെ സംഗീതം കേട്ടാൽ ആ രാക്ഷസൻ താക്കോല് എന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നും വിചാരിച്ച് അജയ് ഒളിഞ്ഞു നിന്ന് ഓടക്കുഴൽ വായിച്ചു. അതിന്ന് വരുന്ന സംഗീതം ഗുഹയ്ക്കകത്തു മുഴുവനും പടർന്നു. പക്ഷെ ആ സംഗീതം രാക്ഷസനെ ബാധിച്ചില്ല. അയാളുടെ കണ്ണിൽ ഒരു മാറ്റവുമില്ലായിരുന്നു.
ഇത് കണ്ടപ്പം അജയ് ഓടക്കുഴല് നല്ല ഒച്ചയിൽ വായിച്ചു. പക്ഷേ ഇപ്പോഴും രാക്ഷസനിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. ഇത് കണ്ടപ്പം അജയ്ക്ക് വിഷമം തോന്നി. ഓ ദൈവമേ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ രാക്ഷസനെ മയക്കിയാൽ മാത്രമേ ഇവന്റെ കയ്യിൽ നിന്ന് കുബേരന്റെ താക്കോല് കൊണ്ടുപോയി കീരിയാശാന്റെ കൈ കൊടുക്കാൻ പറ്റൂ. അപ്പോഴാണ് അജയുടെ ശ്രദ്ധ രാക്ഷസന്റെ മൂടി വെച്ചിരുന്ന ചെവിയിലോട്ട് പോകുന്നത്. ഈ രാക്ഷസൻ ഞാൻ വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു മാന്ത്രിക പുല്ലാങ്കുഴലാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിന്റെ സംഗീതം കേട്ടാൽ മയങ്ങുമെന്നും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയെങ്കിലും രാക്ഷസന്റെ ചെവിയിൽ കെട്ടിയിരിക്കുന്ന തുണി എടുത്തു മാറ്റണം. പക്ഷേ എങ്ങനെ? രാക്ഷസനെ എങ്ങനെയാ മോഹിപ്പിക്കണ്ടേന്ന് അജയ് ആലോചിച്ചോണ്ടിരുന്നപ്പം അടുത്ത് തന്നെ കറുത്ത ഉറുമ്പുകൾ നടന്നു പോകുന്നത് അജയ് ശ്രദ്ധിച്ചു. അപ്പോഴാണ് അജയ്ക്ക് മനസ്സിലായത് ഇവര് ഓടക്കുഴലിലെ സംഗീതം കേട്ടാണ് അവിടെ നിന്നത്. എന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിങ്ങളോ? നിങ്ങളെങ്ങനെ ആ രാക്ഷസന്റെ ചെവിയിൽ കെട്ടിയിരിക്കുന്ന തുണി അഴിച്ചു മാറ്റും? അതിനെന്താ, ചെയ്യാമല്ലോ. ഇപ്പൊ പോകാം. രാജ്ഞി ഉറുമ്പിന്റെ ആജ്ഞ കിട്ടിയപ്പം ഉറുമ്പെല്ലാം ഒരു ലൈനിൽ നിരന്നു പിടിച്ചു പോയി. എന്നിട്ട് രാക്ഷസന്റെ ദേഹത്ത് കയറി നേരെ ചെവിയുടെ അരികിൽ എത്താറായി. ഉറുമ്പ് ദേഹത്ത് കേറിയപ്പം രാക്ഷസന് ഇക്കിളി തോന്നി. അയാള് നിർത്താതെ ചിരിച്ചു. ഇത് കണ്ടപ്പം ഉറുമ്പുകളെല്ലാം പെട്ടെന്നു പോയി രാക്ഷസന്റെ തലയെ കെട്ടിയിരുന്ന തുണി കടിച്ചു പറിച്ചു കളഞ്ഞു. ഇത് കണ്ടപ്പം അജയ് പെട്ടെന്ന് അവന്റെ ഓടക്കുഴൽ വാടിക്കാൻ തുടങ്ങി. ഈ സംഗീതം രാക്ഷസനും കേട്ടപ്പം അയാൾ അവിടെ തന്നെ നിന്നുപോയി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം എനിക്ക് കുബേരന്റെ ഖജനാവിന്റെ താക്കോല് വേണം. പിന്നെ എനിക്ക് വാക്ക് തരണം, ഇനി മുതൽ ആരെയും ഒരു ശല്യവും ചെയ്യില്ലെന്ന്. പിന്നെ നല്ലൊരു രാക്ഷസനായി മാറി ജീവിക്കണം. അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം എന്നും പറഞ്ഞോണ്ട് രാക്ഷസൻ ഖജനാവിന്റെ താക്കോൽ അജയുടെ കയ്യിൽ കൊടുത്തു. അജയ് ആ താക്കോൽ കീരിക്ക് കൊടുത്തു. കീരി അജയ്ക്ക് നാഗമാണിക്യം തിരിച്ചു കൊടുത്തു. എന്നിട്ട് നാഗരാജാവ് നാഗമാണിക്യത്തിന് പകരം സ്വർണം നിറഞ്ഞ ഒരു പെട്ടി കൊടുത്തു. ആ പണം ഉപയോഗിച്ച് അജയ് അമ്മയെ നന്നായിട്ട് ചികിത്സിച്ചു. അതിനുശേഷം അജയ് അമ്മയ്ക്ക് വേണ്ടി വലിയൊരു വീട് പണിഞ്ഞു. അവിടെ അവന്റെ അമ്മയ്ക്ക് സേവ ചെയ്യാൻ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. അതിനുശേഷം അജയ്ക്ക് ജീവിതത്തിൽ ഒന്നിന്റെയും ആവശ്യം വന്നില്ല. എന്തെങ്കിലും ആവശ്യം വന്നാലും അത്ഭുത ഓടക്കുഴൽ അവന്റെ കയ്യിലുണ്ടല്ലോ. ശ്രീരംഗ്പൂരിൽ താമസിക്കുന്ന ഗോലുവിന് കഥയൊക്കെ കണ്ട് ഓർക്കം വരില്ല. അവൻ്റെ മുത്തച്ഛി ദിവസം രാത്രി അവന് കഥ പറഞ്ഞു കൊടുക്കും. കുറേ വർഷം മുമ്പിലത്തെ കഥയാണ്. കാസിരംഗ ജംഗളത്തിൽ ഒരു വലിയ രാക്ഷസനുണ്ടായിരുന്നു. ഈ രാക്ഷസൻ അവിടുന്ന് പോയി വരുന്ന ആൾക്കാരെ നിർത്തി പ്രശ്നം ചോദിക്കുമായിരുന്നു. അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് കൊന്നു തിന്നുമായിരുന്നു. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി വഴി മാറിപ്പോയി. ഒരു കുട്ടി വഴി മാറിപ്പോയി ആ രാക്ഷസനുടെ മുമ്പിലെത്തി. രാക്ഷസ് രാജുവിന് പ്രശ്നം ചോദിച്ചു. രാജു ചോദ്യങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം പറഞ്ഞു. ഇത് കണ്ട് രാക്ഷസന് ആശ്ചര്യമായി. പിന്നെ സന്തോഷമായിട്ട് രാജുവിന് ഒരു മാജിക് ചാവി കൊടുത്തു. ആ മാജിക് ചാവി കൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചോ അത് നിങ്ങൾക്ക് കിട്ടും. ചാവിന്ന് തുറന്ന ഒരു കതവ് അവിടെ വന്ന് നിൽക്കും. നിനക്ക് അറിയാമോ, ഈ ചാവി കൊണ്ട് തുറന്നാൽ നീ എന്ത് ആഗ്രഹിച്ചോ ആ നഗരിൽ പോയി നിൽക്കും. രാജു ഈ ചാവി കൊണ്ട് അവൻ്റെ വീട്ടിന് വേണ്ടി കുറേ ധാന്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു കതവ് വന്ന് നിന്നു. ചാവി കൊണ്ട് രാജു ആ കതവിനെ തുറക്കുമ്പോൾ രാജുവിന് എല്ലാവിടെയും ധാന്യങ്ങൾ കണ്ടു. രാജു സന്തോഷമായിട്ട് അവന് വേണ്ടി അവിടുന്ന് കുറച്ച് ധാന്യങ്ങൾ എടുത്തു. പിന്നെ അവിടുന്ന് പുറത്ത് വന്ന് ആ ചാവി കൊണ്ട് ആ വാതിൽ അടച്ചു.
രാജുവിന് എന്ത് വേണോ അവൻ ആ ചാവിയോട് ചോദിക്കാൻ തുടങ്ങി. പിന്നെ അവന്റെ വീട്ടില് സന്തോഷമായി എല്ലാവരും ജീവിക്കാൻ തുടങ്ങി. ഗോലു, ഇപ്പോ കുറേ രാത്രിയായി, നീ ഇപ്പോ ഉറങ്ങിക്കോ, ശരിയാണോ? മുത്തച്ഛി കതവടച്ച് അവിടുന്ന് പോയി. അടുത്ത ദിവസം ഗോലുവിൻ്റെ അച്ഛൻ ചിന്തയായിട്ട് ഗോലുവിൻ്റെ അമ്മയോട് വല്ലതും പറയാൻ തുടങ്ങി. എന്തായി, നിങ്ങൾ വളരെ ചിന്തയിലാണല്ലോ. ഈ പ്രാവശ്യം എന്റെ ബിസിനസ് ഒക്കെ നഷ്ടത്തിലാ. ആ സേട്ടു വസൂലിലാലിനോട് വാങ്ങിയ പണം 2 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ട് അയാൾ പണം വസൂലാക്കും. ഭഗവാനെ, ഇനി ഞങ്ങളുടെ എന്താവും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിപ്പോ എന്താ ചെയ്യാം? ഗോലു അമ്മയും അച്ഛൻ്റെ എല്ലാ പേച്ചുകളും കേട്ടു. എനിക്ക് മാജിക് ചാവി കിട്ടിയാൽ ഞാൻ അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ നീക്കി കൊടുക്കും. എനിക്കിപ്പോ അവനെ തേടാൻ പോണം. അടുത്ത ദിവസം ഗോലു രാക്ഷസനെ തേടാൻ ജംഗലിൻ്റെ അകത്ത് പോയി. ജംഗലിൻ്റെ അകത്ത് പോയപ്പോൾ അവന് രാക്ഷസ കണ്ടില്ല. ജംഗലിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഗോലുവിന് എന്തൊക്കെയോ ഒച്ചകൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ ഈ ജംഗലിൻ്റെ അകത്ത് വന്ന് വിഡ്ഢിത്തനം ചെയ്തല്ലോ. ഞാൻ കുറേ അകത്ത് വന്നു പോയി. ഇവിടുത്തെ മൃഗങ്ങൾ എന്നെ തിന്നണ്ടിരിക്കണേ. അപ്പോൾ അവനെ മരത്തിൻ്റെ നടുവിൽ വല്ലത് നീങ്ങിയ പോലെ കണ്ടു. ഗോലു പേടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി. അപ്പം തന്നെ അവന് കല്ല് മുട്ടി വീണു. ഗോലുവിൻ്റെ തല ചുത്താൻ തുടങ്ങി. അവൻ എന്ത് മുട്ടി വീണതെന്ന് നോക്കിയപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു വലിയ രാക്ഷസൻ അവിടെ വന്ന് നിന്നു. കുറെ ദിവസത്തിന്റെ ശേഷമാ ഒരു കുട്ടിയെ തിന്നാൻ കിട്ടുന്നത്. വായിൽ നിന്ന് വെള്ളം ഊറുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായിക്കോളൂ. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും. രാക്ഷസങ്കിൾ, ഞാൻ ഇവിടെ നിങ്ങളുടെ ആഹാരമാവാൻ വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ആ മാജിക് ചാവി എടുക്കാൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഭയമില്ലാത്ത ഒരു മനുഷ്യക്കുട്ടിയെ കണ്ടത്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രത്യേക രസം തോന്നുന്നു. ആദ്യത്തെ ചോദ്യം എന്താണിത്? വായു ശുദ്ധമാക്കിയിട്ട് ലോകർക്ക് ഫലം നൽകിയിട്ട് മനുഷ്യർ അതിനെ ദ്രോഹിക്കുന്നു. എന്നിട്ടും അത് മനുഷ്യനെ വേഗം ഉത്തരം പറഞ്ഞോളൂ, അല്ലെങ്കിൽ നീ എന്റെ ഭക്ഷണമാകും. രാക്ഷസന്റെ പ്രശ്നങ്ങൾ കേട്ട് ഗോലു ആലോചിക്കാൻ തുടങ്ങി. പിന്നെ അവന് ഉത്തരം കിട്ടി. ഉത്തരമാണ് മരങ്ങൾ. മരം. വൃക്ഷങ്ങൾ നമ്മളെടുത്തുനിന്ന് കാർബൺ ഡയോക്സൈഡ് എടുത്ത് നമ്മൾക്ക് ഓക്സിജൻ തരുന്നു. ആഹാരം തന്ന് വയറ് നിറയ്ക്കുന്നു. മനുഷ്യന്മാര് അതേ വെട്ടാൻ പോണു. ആയാലും മരങ്ങൾ അവരുടെ ജോലി ചെയ്ത് നമ്മൾക്ക് ഉപകാരം ചെയ്യുന്നു. നല്ല ഉത്തരം. ഇനി അടുത്ത ചോദ്യം. പണവും പ്രതാപത്തിനേക്കാളും മേലെ നിൽക്കുന്നതും അത് കിട്ടിയാൽ പണ്ഡിതൻ ആകുന്നതും കിട്ടാത്തവർ മണ്ടന്മാർ ആകുന്നതും ഏതു വസ്തുവാണ്? വേഗം പറയൂ, ഇല്ലെങ്കിൽ നീ എന്റെ ഭക്ഷണമാകും. രാക്ഷസന്റെ പ്രശ്നം കേട്ട് ഗോലു പിന്നും ആലോചിക്കാൻ തുടങ്ങി. പിന്നെ അവന് ഉത്തരം കിട്ടി. ഉത്തരം വിദ്യ. വിദ്യയുണ്ടെങ്കിൽ നമ്മൾക്ക് സമ്പാദിക്കാനാവും. പൈസ കൊണ്ട് വിദ്യ വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിദ്യ എല്ലാത്തിലും മുകളിലാണ്. വിദ്യ ആർക്ക് കിട്ടിയോ അയാളെ വളരെ ബുദ്ധിമാനാവും. വിദ്യ കിട്ടാത്ത ആൾക്കാര് ബുദ്ധിയായിരിക്കും. ഉഗ്രൻ ഉത്തരം. ഇനി അവസാനത്തെ ചോദ്യം. ഇതാണ് ഏറ്റവും കടുപ്പിക്കുന്ന ചോദ്യം. ഉണക്കപ്പുല്ല് തിന്നുന്ന ചുവന്ന നിറമുള്ള ആളാണ് ഞാൻ. എന്നാൽ വെള്ളം കുടിച്ചാൽ ഞാൻ ചത്തുപോകും. എന്റെ അടുത്ത് ആരും വരില്ല. പറയൂ പറയൂ, അതാരാണ്? ഇല്ലെങ്കിൽ നീ എന്റെ ആഹാരമായിക്കോളൂ. രാക്ഷസന്റെ പ്രശ്നം കേട്ട് ഗോലു ആലോചിക്കാൻ തുടങ്ങി. പിന്നെ അവന് ഉത്തരം കിട്ടി.
രാക്ഷസങ്കിൾ, ഇന്ന് നിങ്ങൾക്ക് ഒന്നും തിന്നാൻ കിട്ടില്ല തോന്നണു. നിങ്ങളുടെ ഒടുവിലത്തെ പ്രശ്നത്തിന്റെ ഉത്തരമാണ് തീ. തീ കാണാന് ചുവപ്പായിരിക്കും. അതില് പുല്ലിട്ട അത് ഇന്നും ജ്വലിക്കും. നമ്മൾക്ക് അതിന്റെ മുമ്പിൽ പോവാൻ പറ്റില്ല. ആയ വെള്ളം കൊണ്ട് നമ്മൾക്ക് തീയെ അണയ്ക്കാൻ സാധ്യമുണ്ട്. നല്ല ഉത്തരങ്ങൾ. കുറെ കാലം കൂടിയാണ് നിന്നെ പോലെ ഒരു മിടുമിടുക്കനായ. ഇതാ നിനക്കുള്ള സമ്മാനം. രാക്ഷസ് അവൻ്റെ കയ്യെ നീട്ടി. അവൻ്റെ കയ്യിൽ ഒരു ചാവി ഉണ്ടായിരുന്നു. ഈ ചാവിയെ രാക്ഷസ് ഗോലുവിന് കൊടുത്തു. ഗോലു വളരെ സന്തോഷമായി. ഈ താക്കോലോട് ചോദിച്ചോ, നിന്റെ മുന്നിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടും. ഈ താക്കോലുകൊണ്ട് ആ വാതിൽ തുറന്നാൽ നിനക്കിഷ്ടമുള്ള സാധനങ്ങൾ നിറഞ്ഞ നഗരത്തിലെത്താം. അവിടുന്ന് നിനക്ക് എന്തു വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുക്കാം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഈ താക്കോൽ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കരുത്. നിനക്ക് ദൂരനുഭവങ്ങൾ നേരിടേണ്ടി വരും. ശരിയാണ് രാക്ഷസങ്കിൾ, നിങ്ങളുടെ വളരെ വളരെ നന്ദി. ചാവി കൊണ്ട് ഗോലു അവിടുന്ന് പോയി. വീട്ടിലെത്തി അവൻ്റെ അമ്മയച്ഛൻ ഇന്നും ചിന്തയിലായിരുന്നു. മമ്മി പാപ്പ, നിങ്ങൾ ചിന്തിക്കല്ലേ, ഇപ്പൊ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും പോയി കാണും. എന്താ നീ പറയുന്നേ മോനെ? ഇത്രയും പണം ഒരു ദിവസം കൊണ്ട് നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? മാജിക് ചാവിയുണ്ട്. ഗോലു അവർക്ക് ആ ചാവി കാണിച്ചു കൊടുത്തു. പിന്നെ ചാവിയോട് വല്ലതും പറഞ്ഞു. അപ്പോ അവിടെ ഒരു വാതിൽ വന്ന് നിന്നു. ഗോലു ചാവിയോണ്ട് ആ വാതിൽ തുറക്കണം. ഉള്ളിൽ പോയപ്പോൾ അവന് എല്ലായിടത്തും പൈസ കണ്ടു. അകത്ത് പോയതും ഗോലുവിന് അവിടെ ഒരു ഒച്ച കേട്ടു. ഗോലു, നീ എത്ര നാൾ ഇങ്ങനെ കുറച്ചായി പണം എടുത്തുകൊണ്ടുപോകും? ആ താക്കോൽ എനിക്ക് തന്നാൽ ഈ മുഴുവൻ സമ്പത്തും നിനക്ക് ഞാൻ തരാം. ഇല്ല, ഏത് സാധനത്തിന്റെയും അധികം ആശ നന്നല്ല. എനിക്ക് വേണ്ട പൈസ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഗോലു അവിടുന്ന് കുറെ പൈസ എടുത്തുകൊണ്ട് പോയി. അവൻ പുറത്ത് വന്നതും ആ വാതിൽ തന്നെത്താൻ അടച്ചു. അച്ഛാ, ഈ പൈസ കൊണ്ട് സേഡ് വസൂലിലാണ്ട് കടന് വീട്ടു. പിന്നെ ബാക്കി പൈസ കൊണ്ട് വേറെ പുതിയ വ്യാപാരം തുടങ്ങും. ഗോലുവിൻ്റെ അച്ഛൻ സേട്ട് വസൂലിലാലിൻ്റെ കടനൊക്കെ വീട്ടി. ഇയാൾ എത്ര പെട്ടെന്ന് എങ്ങനെ ഇത്രയും പണം സംഘടിപ്പിച്ചു? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. മാജിക് ചാവിയുടെ സഹായത്തുമുണ്ട് ഗോലു അവൻ്റെ സ്വന്തം ആശകളെ തീർത്തു. അവൻ വേണ്ടവർക്ക് ഉപകാരം ചെയ്യുമായിരുന്നു. മകളുടെ കല്യാണത്തിന് പണത്തിന്റെ ആവശ്യമുണ്ട്. വസൂലിലാൽ ഉള്ള പലിശക്കാണ് പണം തരുന്നത്. എനിക്ക് ആ പലിശ താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. ഗോലുവിന്റെ അച്ഛൻ ഗോവിനെ നോക്കാൻ തുടങ്ങി. ഗോലു അവന്റെ മൂരിൽ പോയി ചാവി കൊണ്ട് വല്ലതും പറഞ്ഞു. അവന്റെ മുമ്പിൽ ഒരു വാതിൽ വന്ന് നിന്നു. ഗോലു അകത്ത് പോയി കുറെ സ്വർണമുള്ള സഞ്ചി പുറത്ത് കൊണ്ടുവന്നു. അവൻ പുറത്ത് വന്നതും വാതിൽ അടിച്ചു പോയി. ഇതൊക്കെ സേട്ട് വസൂലിലാൽ ജനലിൽ നിന്ന് കണ്ടു. അപ്പോൾ ഇതാണ് ഇവന്റെ പരിപാടി. എങ്ങനെയെങ്കിലും ആ മാന്ത്രിക താക്കോൽ കൈക്കലാക്കണം. ഗോലു പുറത്ത് വന്നതും വസൂലിലാൽ അകത്ത് പോയി ഗോലുവിന്റെ ചാവി തിരിടെ ഓടിപ്പോയി. പിന്നെ അവന്റെ വീട്ടിൽ വന്നു. മാന്ത്രിക താക്കോലെ, എനിക്ക് ധാരാളം സ്വർണം തന്നാലും. വസൂലിലാൽ ഇങ്ങനെ പറഞ്ഞതും അവന്റെ മുമ്പിൽ ഒരു വാതിൽ വന്ന് നിന്നു. സേട്ട് വാതിൽ തുറന്ന് ഉള്ളിൽ പോയി. എല്ലാവരുടെയും സ്വർണം കണ്ട് അവൻ ആശ്ചര്യച്ചു. വസൂലിലാൽ എന്താ എടുക്കണം എന്ത് വേണ്ട എന്ന് ആലോചിക്കാൻ തുടങ്ങി. വസൂലിലാൽ, നീ എത്ര നാൾ ഇങ്ങനെ കുറച്ചായി സ്വർണം കൊണ്ടുപോകും? ആ താക്കോൽ എനിക്ക് തന്നാൽ ഈ മുഴുവൻ സമ്പത്തും നിനക്ക് ഞാൻ തരാം. ഇത്രയും സ്വർണമോ? എൻ്റെ 7 തലമുറക്ക് പണിയെടുക്കാതെ സുഖമായി കഴിയാം.
ദിവസവും ഞാൻ കുറേ സ്വർണം കൊണ്ടുപോയി സ്വർണത്തിന്റെ കൊട്ടാരവും ഉണ്ടാക്കും. സ്വർണം കൊണ്ട് നഗരവും ഉണ്ടാക്കും. ഇതാ താക്കോൽ, എനിക്ക് ഈ മുഴുവൻ സ്വർണം തരൂ. വസൂലിലാൽ ചാവി മുമ്പോട്ട് ആക്കിയതും അവന്റെ മുമ്പിൽ ഒരു പ്രകാശം വന്നു. അത് കണ്ട് സേഠ് വസൂലിലാലിന് ഒന്നും കാണാണ്ടായി. ആ പ്രകാശം പോയതും അവൻ ഒരു ജംഗിളിൽ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പോൾ അവനെ മനസ്സിലായി അവൻ ഒരു രാക്ഷസനായി മാറി. എല്ലാ സ്വർണങ്ങൾ കിട്ടുമെന്ന ആശയിൽ സേഠ് വസൂലിലാലിന്റെ കയ്യിൽ നിന്ന് ചാവിയും പോയി. അവന്റെ പാവങ്ങൾ അവനെ ഒരു ശപിച്ച രാക്ഷസനാക്കി. ഈ കഥ മോഹൻ ഓർ മയൂരിന്റെ ആണ്. രണ്ടാളും വളരെ ഏഴയായിരുന്നു. അവരുടെ ഒരു ചെറിയ കൃഷി ഉണ്ടായിരുന്നു. രണ്ടാളും കൃഷിയിൽ ദിവസം ജോലി ചെയ്ത് എന്ത് കിട്ടിയോ അതാല അവര് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. കേട്ടോ മയൂരി, ഇന്ന് എനിക്കൊരു കുരങ്ങനെ കിട്ടി. ഞാൻ അതിന് പഴം കൊടുത്തു. എവിടെ കിട്ടി നിങ്ങൾക്ക് ഈ കുരങ്ങ്? മോഹനുക്കും മയൂരിക്കും എല്ലാ പക്ഷികളും ഇഷ്ടമായിരുന്നു. എല്ലാ രാവിലും മയൂരി പക്ഷികൾക്ക് ഉണ്ണാൻ കൊടുക്കും. മയൂരി, റോട്ടി അവിടെ വെച്ചിട്ടുണ്ട്. കിട്ടി. മോഹൻ ദിവസം നായ്ക്കൾക്ക് റോട്ടി കൊടുക്കുമായിരുന്നു. മോഹൻ വരുന്നത് കണ്ടതും എല്ലാ നായ്ക്കൾ അവന്റെ അടുത്ത് ഓടി ഓടി വരുമായിരുന്നു. രണ്ടാൾക്കും അവരുടെ ഏഴയിൽ ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ അവർക്ക് ഒരു വേദനയുണ്ടായിരുന്നു. അവർക്ക് ഒരു കുട്ടികളില്ല. ഭഗവാനെ, എനിക്ക് ആശീർവാദം തരണേ. അവരെപ്പോഴും ഭഗവാനിന് ഒരു കുട്ടീനെ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറേ വർഷങ്ങളായി. ആയാലും രണ്ടാളും ഭഗവാനിന്റെ മുമ്പിൽ പ്രാർത്ഥന ചെയ്യുന്നത് വിട്ടില്ല. ഒരു ദിവസം മോഹനും മയൂരിയും അവരുടെ കൃഷിയിലെത്തിയപ്പോൾ അവിടെ ഒരു പശുവെ കണ്ടു. ആ പശുവിന് ബോധമുണ്ടായിരുന്നില്ല. ഈ പശു കുറേ ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല തോന്നുന്നു. ഇതിനെ നോക്കൂ, വല്ലാത്ത വിഷമത്തിലാണ്. ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ഇതിനെ ശുശ്രൂഷിക്കും. ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ശരി. ഇതിന്റെ ഗതി കണ്ടാൽ തോന്നും ഇതിനെ ഒരാളും നോക്കുന്നില്ല. അവര് ആ പശുവിനെ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ മയൂരിയും മോഹനും ആ പശുവിനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. മയൂരി പശുവിന് തിന്നാൻ കൊടുക്കും. മോഹൻ പശുവിന്റെ കൈകാല് തടവി കൊടുത്തു. കണ്ടുവല്ലോ, ഈ പശുവിന്റെ അസുഖം മാറാൻ തുടങ്ങി. ആവണമല്ലോ, നമ്മൾ ഇതിനെ എത്ര നന്നായി ശുശ്രൂഷിക്കുന്നുണ്ട്. അതുണ്ട്. നമ്മളുടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മളത് എത്ര നന്നായിട്ട് നോക്കുമായിരുന്നു. നോക്കുമായിരുന്നു. പക്ഷെ എപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞ് നീ വിഷമിക്കാതിരിക്കൂ. കൊറേ ദിവസം കഴിഞ്ഞ് പശു എണീച്ച് നടക്കാൻ തുടങ്ങി. നോക്കൂ മയൂരി, ഇത് എണീറ്റ് നിന്ന് തുടങ്ങി. കൊറേ ദിവസത്തില് ഇത് ഓടാൻ തുടങ്ങും. മോഹൻ പശുവിന് അവന്റെ കൈ കൊണ്ട് തിന്നാൻ കൊടുക്കും. പിന്നെ നന്നായി സേവിക്കും. ആ പശു കുറച്ച് നന്നാവാൻ തുടങ്ങി. ഇപ്പോ ഇത് നടക്കാനും തുടങ്ങി. മോഹനും മയൂരിയും പശുവിന് ഒരു കയറുകൊണ്ട് കട്ടിയിട്ടു. മോഹൻക്കും മയൂരിക്കും ഇതറിയില്ല, ഈ പശു ഒരു സാധാരണ പശുവല്ല. രാത്രി പശു ദേവീ രൂപത്തിൽ മാറുമായിരുന്നു. വളരെ ദിവസം പിന്നെ മോഹൻ മയൂരി പശുവിനെ സേവിച്ചു. ഒരു ദിവസം മോഹന്റെ അമ്മച്ചി മയൂരിനെ കാണാൻ വന്നു. അവർക്ക് മയൂരി ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും മയൂരിനെ വല്ലതും പറയുമായിരുന്നു. ഇന്ന് അതേ ആയി. ഞാൻ എൻ്റെ മോനുക്ക് വേറെ കല്യാണം കഴിക്കാൻ പോവുക. നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ എന്തിനാ ചത്തു പോവാണ്ട്? വേണ്ട അമ്മ, ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. മോഹൻ അമ്മയോട് വഴക്ക് കൂടുന്നു. ഇത് കണ്ട് മയൂരി കരയാൻ തുടങ്ങി. ഭഗവാനിന്റെ മുമ്പിൽ പോയി കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാന് നോക്കട്ടെ, നീ വേറെ കല്യാണം എങ്ങനെ കഴിക്കില്ല? ഞാൻ വേറെ കല്യാണം ഒരിക്കലും കഴിക്കില്ല. ഞാൻ വിചാരിച്ചു പേരക്കുട്ടികളെ കണ്ട് മരിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പൊ അങ്ങനെ ആവുമെന്ന് തോന്നുന്നില്ല. ഈ സ്ത്രീ നിന്നെ എന്താ ചെയ്തിട്ടുണ്ടോ?
ഇവള് മരിക്കുന്നൊന്നുമില്ല. അമ്മേ, അതെന്റെ ഭാര്യയാണ്. എപ്പോഴും അവളെ കുട്ടികളാവാത്തതുകൊണ്ട് പള്ളു പറഞ്ഞിരിക്കരുത്. ആ, നിനക്ക് അവളെ എന്ത് പറഞ്ഞാലും ഇഷ്ടമില്ല. ആയാ എല്ലാവരും പറയണത് എനിക്ക് തന്നെ കേൾക്കണം. നീ ഇവളുടെ പേച്ച് കേട്ട് ഇവിടെ ഇരുന്നോ? ശനിയനെ ഇവിടുന്ന് പോകുന്നുമില്ല. മോഹന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോയി. മോഹൻ മയൂരിനെ മനസ്സിലാക്കാൻ അവളുടെ അടുത്ത് പോയി. നീ എന്തിനാ അമ്മയുടെ വാക്ക് മനസ്സിലെടുക്കുന്നത്? അവരുടെ സ്വഭാവമാ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞുകൊണ്ടിരിക്കാൻ. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുലം ഇനിയും മുന്നോട്ട് പോകും. ആയാ, എനിക്ക് കുഞ്ഞുണ്ടല്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ. ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? ഞാൻ വേറെ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. മോഹൻ മയൂരിനെ ഇങ്ങനെ മനസ്സിലാക്കി അവര് അവിടെ ഉറങ്ങാൻ പോയി. രാത്രി പശു വീട്ടിലകത്ത് വന്നു. വന്നിട്ട് മോഹനെയും മയൂരിയും ഉണർത്തി. ആ, ഇതെങ്ങനെ അകത്ത് വന്നു? നിങ്ങൾ ഇത് കെട്ടിയില്ല? കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പ പശു ഒരു ദേവീന്റെ രൂപമായി മാറി. ഇത് കണ്ട് മോഹൻ മയൂരി ദേവീന്റെ കാല് പിടിച്ച് ആശീർവാദം വാങ്ങി. നിങ്ങൾ എന്നെ വളരെ സേവിച്ചു. ഞാൻ നിങ്ങളോട് സന്തോഷമാണ്. മയൂരി, ഞാൻ നിന്നെ ഒരു ആശീർവാദം തരുന്നു. നിന്റെ വീട്ടില് 1 അല്ല 2 കുട്ടികൾ ജനിക്കും. നന്നായി ഇരിക്കൂ. ദേവി അവിടുന്ന് പോയി. 1 വർഷം കഴിഞ്ഞ് മയൂരി 2 കുട്ടികളെ പ്രസവിച്ചു. ഒരു മോൻ, ഒരു മോള്. ദേവിയുടെ ആശീർവാദം വളിച്ചു. മയൂരി മോഹന്റെ ജീവനും സന്തോഷമായി മാറി.